ഹലോ വെൽക്കം ടു സാരി കിച്ചൺ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്നത്തെ റെസിപ്പി ഒരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പി ആട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു പാൽപ്പായസമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പായസത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരി കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് ഒരു കൈപ്പിടി നേരിയ അരി ആട്ടോ. നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരി. അളവ് പറയുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കുതിർത്തി വെച്ചിട്ടുള്ളത്. അരമണിക്കൂറായിട്ട് ഇതിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട്. അതുപോലെ തന്നെ കുറച്ച് ചൗവരി ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. സാബൂനരി എന്നൊക്കെ പറയുന്ന ആ ഒരു ചൗവരി ഞാൻ അരമണിക്കൂർ കുതിർത്തി വെച്ചതാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു ചെറിയ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1-2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. സാബൂനരി മാത്രമേ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ, നേരിയരി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അത് വേവിക്കാൻ വെച്ച സമയത്ത് തന്നെ നമുക്ക് പാലൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു 750 ml പാലെടുത്തിട്ടുണ്ട്. പാൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3-4 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം. പാല് പറ്റുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുക്കുക. ഇതിൽ ഞാൻ അവസാനം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചസാര ഇപ്പം കുറച്ച് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് പഞ്ചസാര മാത്രം മതിയെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി, മിൽക്ക് മെയ്ഡ് ഒഴിവാക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ വേണ്ടത്ര മധുരം ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. പാലൊന്ന് കുറുകി വരുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി നോക്കാൻ മറക്കരുത്. ഇതുപോലെ സൈഡിൽ പാലിൻ്റെ ആ ഒരു പാടൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കണേ. ഞാനിപ്പോൾ 2 എണ്ണം കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ പാലൊന്ന് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. അതിന് ശേഷം നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ആ ഒരു നേരിയരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നേരിയരി നന്നായിട്ട് വേവിച്ചെടുക്കണം. അരിയൊന്നും കടിക്കാത്ത രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് വരെ തന്നെ വേവിച്ചെടുക്കണം. നന്നായിട്ട് കുക്കായിട്ട് ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ വേവിച്ച് വെച്ച ചൗവരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ചൗവരി ആ ഒരു വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ വേവിച്ചിട്ട് ചേർക്കുന്നത് കൊണ്ട് തന്നെ പായസം പെട്ടെന്ന് തന്നെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അവസാനമാണ് നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടും വരും, നല്ല കൺസിസ്റ്റൻസി ആയിരിക്കും പായസത്തിൻ്റെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ടീൻ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പഞ്ചസാര മാത്രം മതിയെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ലാസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത്. പായസം എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഒരു നുള്ളെങ്കിലും ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. എപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഓഫ് ചെയ്തിട്ടാൽ മതി. ഇതിൽ ചൊവ്വരിയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ തണുത്ത് കഴിഞ്ഞാൽ നല്ലോണം അങ്ങ് തിക്കാവും. അപ്പോൾ നമുക്ക് ആ ഒരു കോരി കുടിക്കുന്ന ആ ഒരു പാകത്തിന് കിട്ടൂല. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് നെയ്യിൽ കാഷ്യും കിസ്മിസും വറുത്തിട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പായസത്തിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷമുള്ള ഒരു കൺസിസ്റ്റൻസിയാണിത്. ഇപ്പോൾ നമുക്ക് വേണ്ടത്ര ആ ഒരു തിക്നെസ് കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കും ആയിട്ടില്ല, നല്ല ലൂസും ആയിട്ടില്ല. നമുക്ക് കോരി കുടിക്കാനുള്ള ആ ഒരു പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു പായസമായിട്ട് ഇത്. പാൽപ്പായസം ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഞാൻ സെർവ് ചെയ്യാണ്. അപ്പോൾ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്